റഹ്മാന്റെ കാര്യം പറയുമ്പോൾ ആദ്യം അച്ഛനെ കുറിച്ചാണ് പറയേണ്ടത്. ഞാൻ ആർ കെ ശേഖർ സാറിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പുസ്തകങ്ങളിൽ വായിച്ചുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഏറ്റവും എൻ്റെ മനസ്സിനെ പിടിച്ചിരുത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്. ചൊട്ട മുതൽ ചുടലവരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ ചൊട്ട മുതൽ ചുടലവരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഗാനം എനിക്കിഷ്ടമാണ്. പിന്നെ റഹ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു മ്യൂസിക് ഡയറക്ടറായിട്ട് എനിക്ക് അദ്ദേഹത്തിനെ കാണുന്നതിലുപരി എൻ്റെ ഒരു ഫ്രണ്ടാണ്, വളരെ അടുത്ത സുഹൃത്താണ്. കാരണം പല അയിത്തം തൊട്ടുള്ള പടങ്ങൾക്കൊക്കെ അദ്ദേഹം കീബോർഡ് വായിക്കുമായിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഇതുപോലെ, അന്ന് കൊച്ചു പയ്യനായിരുന്നു, ഇന്നും ആ അനുയോജ്യമായിട്ടുള്ള വയസ്സേ ഉള്ളൂ, എന്നാലും അന്ന് പോകുമ്പോഴത്തേക്ക് ഈ ചവണ പോലൊരു സാധനമുണ്ട് കയ്യിൽ, എപ്പോഴും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ ഇതെന്ന് ചോദിച്ചപ്പോൾ അത് ഈ ഫിംഗർ എക്സസൈസാണ്, കീബോർഡ് വായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിംഗർ എക്സസൈസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. അത് എപ്പോൾ പോയി കഴിഞ്ഞാലും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. അപ്പോൾ അന്നോട്ടെ ഒരു ഭയങ്കര ഈ കീബോർഡ് വായിക്കുന്നതിൽ പ്രോഗ്രാം ചെയ്യുന്നതിൽ ഭയങ്കര വിദഗ്ധനായിരുന്നു. അന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് പറയുന്നത്, സിനിമയ്ക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്, അദ്ദേഹം സിനിമയിൽ കയറുന്നതിന് മുമ്പ് മദ്രാസിൽ ജോണി എന്ന് പറഞ്ഞൊരു ഗിറ്റാറിസ്റ്റ് ഉണ്ട്, അപാര ഗിറ്റാറിസ്റ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാന്റാസ്റ്റിക് പ്ലെയറാണ്. അപ്പം ജോണിയും റഹ്മാൻ കീബോർഡ്, ജോണി ഗിറ്റാറ്, ഞാൻ പാട്ട്. ക്ലാസിക്കലായിട്ട് ഞാൻ അന്ന് രഘുവംശസുധാംബുജി ചന്ദ്രശ്രീ ഇതുപോലത്തെ പാട്ടുകൾ എടുത്തിട്ട് ഫ്യൂഷൻ, ഇതിനു വേണ്ടി ഞങ്ങൾക്കൊരു 3 പ്രോഗ്രാം ഞങ്ങൾക്ക് കിട്ടി ലണ്ടനിൽ അവതരിപ്പിക്കാൻ വേണ്ടി അന്ന്. അപ്പോൾ അന്ന് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ മിക്കവാറും വൈകുന്നേരം വീട്ടിൽ കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് മദ്രാസിൽ എല്ലാം സെറ്റ് ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്താണ് റോജ എന്നുള്ള പടം വരികയും അദ്ദേഹത്തിന് പടത്തിൻ്റെ കാര്യത്തിലോട്ട് മാറേണ്ടി വരികയും പിന്നെ അങ്ങനെ സിനിമയിലൊരു വലിയ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ഒന്നും പറയേണ്ട കാര്യമില്ല, ഓസ്കാർ വരെ എത്തി, 2 ഓസ്കാർ കിട്ടിയ ഒരു മഹത് പ്രതിഭയാണ്. പിന്നെ റെക്കോർഡിങ്ങിൻ്റെ കാര്യമൊക്കെ ചിത്ര പറഞ്ഞു, ഇതേ അനുഭവം തന്നെയാണ് അവിടെ പാടുന്ന എല്ലാവർക്കും. രാത്രി 12 മണിക്ക് തുടങ്ങും, കാലത്ത് 6 മണിക്ക് തീർക്കൂ. പിന്നെ നമുക്ക് ഇംപ്രവൈസ് ചെയ്യുന്ന എത്ര വേണേ ഇംപ്രവൈസ് ചെയ്യാം. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ പടങ്ങൾ 5-8 പടങ്ങൾ പാടിയിട്ടുണ്ട്, ഹിന്ദിയും പാടിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇപ്പോൾ ഒരു വരി തന്നെ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയും അത് ചുമ്മാ ഇംപ്രവൈസ് ചെയ്തെല്ലാം പറയും. അപ്പം മുതൽ വന്ന കാതൽ മയക്കം, ഇത്ര നമ്മൾ കീബോർഡിൽ അദ്ദേഹം പറഞ്ഞു തരുന്നു. പിന്നെ നമുക്കങ്ങ് പാടാം ഇഷ്ടം പോലെ. മുതൽ വന്ന കാതൽ മയക്കം, മുതൽ വന്ന കാതൽ മയക്കം, പലതും എന്ത് വേണേ ഇടാം. നമുക്ക് അവസാനം കാസറ്റ് അല്ലെ CD ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഏതാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്നുള്ള ഒരെണ്ണം അതിനകത്തുനിന്ന് വരും. അപ്പൊ അങ്ങനെ ഒരു വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് പാട്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടി വരുന്ന ഒരു പാട്ട് ഉണ്ട്, അത് റോജയ്ക്കകത്ത ഒരു പാട്ടാണ്, അത് ഞാൻ പാടുകയാണ്. കാതൽ റോജാവേ എങ്കേ നീ എങ്കേ, കണ്ണീർ വഴിയുതടി കണ്ണേ, കണ്ണുക്കുൾ നീതാൻ കണ്ണീരിൽ നീതാൻ, കൺമൂടി പാത്ത നെഞ്ചുക്കുൾ നീതാൻ, എന്നാനതോ ഏതാനതോ சொல் சொல் காதல் ரோஜாவே எங்கே நீ
கண்ணீர் வழியுதடி கண்ணீர். கண்ணுக்குள் நீதான், கண்ணீரில் நீதான், கண்மூடி பார்த்தான் நெஞ்சுக்குள் நீதான். என்னானதோ ஏதானதோ சொல்.